നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശ ഗവേഷണ മേഖലയിൽ രാജ്യത്തിൻ്റെ അഭിമാനമുയർത്തിയ സ്ഥാപനമാണ് ISRO. രാജ്യത്തിന് ആവശ്യമായ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ബഹിരാകാശ മേഖലയ്ക്ക് ആവശ്യമായ വിക്ഷേപണ വാഹനങ്ങളും ഉപഗ്രഹങ്ങളുമെല്ലാം ഇതുവരെയും നിർമ്മിച്ചുകൊണ്ടിരുന്നത് ISRO ആയിരുന്നു. ആ മേഖലയിൽ സ്തുത്യർഹമായ പല നേട്ടങ്ങളും ISRO കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് പല വിവാദങ്ങളിലും ISRO പെട്ടിട്ടുണ്ട്. ISROയുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങളും അതോടൊപ്പം തന്നെ കാര്യക്ഷമതയില്ലായ്മയും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിക്ഷേപണ വാഹനങ്ങളും അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൽ നിന്നും പിന്മാറാനൊരുങ്ങുകയാണ് ISRO. അതായത് രാജ്യത്തിൻ്റെ ബഹിരാകാശ മേഖലയ്ക്ക് ആവശ്യമായ വിക്ഷേപണ വാഹനങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ നിർമ്മിക്കുന്നത് ഇനി മുതൽ സ്വകാര്യ മേഖലയായിരിക്കും. ISRO ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് ഗവേഷണവും അതുപോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തം ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോഴുള്ളത്. അതായത് സ്വകാര്യ മേഖല ബഹിരാകാശത്ത് ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ അവരുടെ ബഹിരാകാശ മേഖലയിൽ വലിയ വേഗതയിലുള്ള വളർച്ച നമ്മൾ കാണുന്നുണ്ട്. അമേരിക്കയിലും മറ്റും ഇത്തരത്തിലുള്ള വളർച്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നിരവധി നാസ മാത്രമല്ല നിരവധി കമ്പനികൾ ബഹിരാകാശ രംഗത്തേക്ക് വന്നിരിക്കുന്നു. നിരവധി യുവാക്കൾക്ക് ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു, വലിയ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു. മാത്രമല്ല നിരവധി ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അവസരം ലഭിക്കാനുള്ള സാധ്യതയും ഇത് തുറന്നിടുകയാണ്. കാരണം രാജ്യത്തിനകത്ത് ഒരേ ഒരു ബഹിരാകാശ ഏജൻസി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങുന്ന ശാസ്ത്രജ്ഞന്മാരിൽ മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ പലരും മറ്റ് രാജ്യങ്ങളിലെ ബഹിരാകാശ മേഖലയിലേക്ക് പോകുന്നു. ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടമാണ്. നാസയിൽ ജോലി ചെയ്യുന്ന നിരവധി ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യൻ വംശജന്മാരും ഇന്ത്യയിൽ ജനിച്ചവരോ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതിക്കുള്ളത്. അതായത് നൂതനമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക, ഈ രംഗത്ത് ഗവേഷണം ചെയ്യുക, സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് കഴിഞ്ഞാൽ അത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നിങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇനി ISRO, രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയായ ISRO ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുക, അവയ്ക്കാവശ്യമായ വിക്ഷേപണ വാഹനങ്ങൾ നിർമ്മിക്കുക, ഇത് ഭ്രമണപഥത്തിൽ എത്തിക്കുക, ഇതെല്ലാം ഇനി സ്വകാര്യ മേഖല ചെയ്തുകൊള്ളുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപ്ലവാത്മകമായ തീരുമാനങ്ങൾക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയും എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സ്വകാര്യ മേഖലയോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ ആയിരിക്കും ഇനി വിക്ഷേപണ വാഹനങ്ങൾ നിർമ്മിക്കുക. ഇത് കേവലം ഒരു തീരുമാനം മാത്രമല്ല, ഇത് നടപ്പാക്കുന്നതിൽ ഏറെ ദൂരം ISRO മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ഒരു വിക്ഷേപണ വാഹനം ISRO വികസിപ്പിച്ചിരുന്നു, SSLV. ഈ SSLVയുടെ സാങ്കേതിക വിദ്യ ഇതിനോടകം തന്നെ ISRO ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കൈമാറിയിരിക്കുന്നു. അടുത്ത ഘട്ടം എന്നത് PSLV, ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തമായ വിക്ഷേപണ വാഹനമായ PSLV ആണ്. അതോടൊപ്പം തന്നെ LVM-3 റോക്കറ്റ് ഉണ്ട് ഇന്ത്യയുടെ പക്കൽ. ഈ രണ്ട് റോക്കറ്റുകളും അല്ലെങ്കിൽ ഈ രണ്ട് വിക്ഷേപണ വാഹനങ്ങളുടെ നിർമ്മാണം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ്. അടുത്ത ഘട്ടത്തിൽ പൊതുമേഖലയെ മാറ്റി നിർത്തി സ്വകാര്യ മേഖലയ്ക്ക് മാത്രമായി ഈ റോക്കറ്റുകൾ നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നത്. സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായ പങ്കാളിത്തം ഇനിയിപ്പോൾ അത്തരം റോക്കറ്റുകളുടെ നിർമ്മാണത്തിലുണ്ടാവും. റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും നിർമ്മാതാവ് എന്ന നിലയിൽ നിന്നും വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യ നിർമ്മിക്കുന്ന ഈ രംഗത്ത് വൻകിട അന്താരാഷ്ട്ര നിലവാരമുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനമായി ISRO മാറുകയാണ്. സാങ്കേതിക വിദ്യകൾ പൂർണ്ണതോതിൽ വികസിപ്പിക്കുമ്പോൾ ISRO അത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറും. ഇത്തരത്തിൽ 120 സാങ്കേതിക വിദ്യകൾ ഇതിനോടകം തന്നെ ISRO സ്വകാര്യ മേഖലയ്ക്ക് കൈമാറി കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖല 31 ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനായി സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും ഇനി വരാൻ പോകുന്ന 21 ഉപഗ്രഹങ്ങൾ കൂടി ISRO നിർമ്മിച്ചേക്കും. അത് കഴിഞ്ഞാൽ വിക്ഷേപണ വാഹനങ്ങളുടെയോ ഉപഗ്രഹങ്ങളുടെയോ നിർമ്മാണം ISRO ഏറ്റെടുത്തേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ISROയെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന വിവാദങ്ങൾ നമുക്കറിയാം. 2 മിഷൻ ഫെയിലുവറുകൾ ദുരൂഹ സാഹചര്യത്തിലുണ്ടായി എന്നുള്ളതാണ്.
PSLV മിഷൻ 61-62 ഇത് രണ്ടും 2025-ലും 2026-ലും നടന്ന രണ്ട് ദൗത്യങ്ങൾ. ഈ രണ്ട് ദൗത്യങ്ങളും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു. ഈ രണ്ട് ദൗത്യങ്ങളിലും നിർണായകമായ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. രണ്ട് ദൗത്യങ്ങളിലും പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഭൗമ നിരീക്ഷണ സാറ്റലൈറ്റുകൾ ഉണ്ടായിരുന്നു. ഇത് രണ്ടും മിഷൻ ഫെയിലുവറായി പോവുകയായിരുന്നു. അതായത് രാജ്യത്തിൻ്റെ ഏറ്റവും അധികം വിശ്വസിക്കാവുന്ന ഒരു റോക്കറ്റുകളിലാണ് ഈ ദൗത്യം നടന്നത്. അത്ര സങ്കീർണമായ ദൗത്യമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ദൗത്യങ്ങൾ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് ചരിത്രത്തിലാദ്യമായി ISROയ്ക്ക് പുറത്തുള്ള ഒരു ഏജൻസി അന്വേഷിക്കുന്ന സാഹചര്യം വന്നു. തീർച്ചയായും രാജ്യത്തെ ജനങ്ങളും അതുപോലെ തന്നെ സർക്കാരും എല്ലാം ഇക്കാര്യത്തിൽ അട്ടിമറി സംശയിക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണം നടന്നു, കണ്ടെത്തലുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ കണ്ടെത്തൽ അട്ടിമറികളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നതും ഈ തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതായത് ISRO എന്ന ഒരേ ഒരു ഏജൻസി മാത്രമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ ISROയുടെ വിക്ഷേപണ വാഹനങ്ങളെ ലക്ഷ്യം വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ സാറ്റലൈറ്റുകൾ വരെ കടലിലേക്ക് തള്ളാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം. അത് മാറ്റുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. അതായത് PSLV 61 റോക്കറ്റ് എങ്ങനെയാണോ പരാജയപ്പെട്ടത് അതേ രീതിയിൽ തന്നെ PSLV 62വും പരാജയപ്പെട്ടിരുന്നു. രണ്ട് ദൗത്യങ്ങളിലും ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ്. ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അന്വേഷണം ഉണ്ടായി നമ്മൾ കണ്ടതാണ്. മിഷൻ ഫെയിലുവറുകൾ സാധാരണ അന്വേഷിക്കുക ISRO ശാസ്ത്രജ്ഞന്മാരായിരിക്കും. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു. പിന്നീട് വിദഗ്ധ അന്വേഷണം വേണമെന്ന് സർക്കാരിന് ശുപാർശ ചെയ്യുന്നു. ആ അന്വേഷണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വിക്ഷേപണ വാഹനത്തിൽ തന്നെയാണ് അട്ടിമറി നടന്നിട്ടുള്ളത് എന്ന് ഏതാണ്ട് ഇപ്പോൾ വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ വിക്ഷേപണ വാഹനങ്ങൾ ISRO നിർമ്മിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത്. അത് വിവിധ സ്വകാര്യ കമ്പനികളായിരിക്കും അത് നിർമ്മിക്കുക. അത്തരം കമ്പനികളുടെ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇനി മറ്റേതെങ്കിലും കമ്പനികൾ ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും. പ്രതിരോധ മേഖലയുടെ രണ്ട് പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ താഴെ പോയതോടുകൂടി പ്രതിരോധ മേഖലയുടെ അടുത്ത 31 ഉപഗ്രഹങ്ങൾ നമുക്കറിയാം. ഇന്ത്യയുടെ നാവിഗേഷൻ സംവിധാനം സ്വയം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത നാവിഗേഷൻ സംവിധാനത്തിലെ ചില ഉപഗ്രഹങ്ങളിൽ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഭൗമ നിരീക്ഷണ സംവിധാനത്തിൽ 2 ഉപഗ്രഹങ്ങൾ നമുക്ക് ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കുന്നതിനായിരിക്കണം പ്രതിരോധ മേഖല 31 ഉപഗ്രഹങ്ങൾ അത് സ്വകാര്യ മേഖലയ്ക്ക് നിർമ്മിക്കാനായി കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, എന്നിരുന്നാലും ഇനി അടുത്ത 21 ഉപഗ്രഹങ്ങൾ കൂടി ISRO തന്നെ നിർമ്മിച്ചേക്കുമെന്ന സൂചനയുമുണ്ട്. എന്തായാലും രാജ്യത്തിൻ്റെ ബഹിരാകാശ മേഖല വലിയ മാറ്റങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് രാജ്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ച് വിജയകരമായി പരീക്ഷിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ധാരാളം ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. വൻകിട റോക്കറ്റുകളുടെ നിർമ്മാണം ഏറ്റെടുക്കാൻ ശേഷിയുള്ള സ്വകാര്യ കമ്പനികളും ഇനി രാജ്യത്തേക്ക് വരികയാണ്. അവയെ ഈ റോക്കറ്റ് നിർമ്മാണമെല്ലാം ഏൽപ്പിച്ച് ബഹിരാകാശ മേഖലയിൽ പുതിയൊരു കുതിപ്പിന് രാജ്യം തയ്യാറാവുകയാണ്. ഇവിടെ ഒട്ടനവധി യുവശാസ്ത്രജ്ഞന്മാർക്ക് തൊഴിൽ ലഭിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ രാജ്യം വിട്ടുപോകുന്നത് തടയാൻ സാധിക്കുന്നു. നിരവധി തൊഴിലവസരങ്ങൾ, ബഹിരാകാശ മേഖലയിൽ വലിയ വേഗത, ഇതെല്ലാം ഇതിലൂടെ ആർജിച്ചെടുക്കാൻ സാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നു. വൻകിട രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയും വളരുകയാണ്. ഈ ബഹിരാകാശ മേഖലയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഈ ബഹിരാകാശ കേന്ദ്രങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന ഉന്നതമായ ഒരു സ്ഥാപനമായി ഇതോടെ ISRO മാറുകയും ചെയ്യുകയാണ്.